വെള്ളാപ്പള്ളിയുടെ പേരിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ആയി ബന്ധപ്പെട്ട 127 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 24 കേസുകളുടെ ഫൈനൽ ചാർജ് റെഡിയായിരിക്കുകയാണ്. വി ഡി സതീശൻ എന്ന് പറയുന്നത് മികച്ച നേതാവായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വെള്ളാപ്പള്ളി കൊണ്ട് മാത്രമല്ലേ പറ്റുള്ളൂ. ഓന്താണല്ലോ ഏറ്റവും വലിയ നിറമാർന്ന ജീവി ലോകത്തുള്ളത്. പലതരത്തിലും തോക്കും. പക്ഷെ മതേതരത്വത്തെ വിട്ടുള്ള മതേതരത്വത്തെ ബലി കഴിച്ചുകൊണ്ടുള്ള നിലപാട് എനിക്കില്ല, ഞങ്ങൾക്കില്ല. ഞങ്ങൾ ടീം UDF ആണെന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ വിട്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. യൂട്യൂബ് തുറന്നാൽ വെള്ളാപ്പള്ളിയുടെ അച്ഛനെ വിളിക്കുന്ന എത്ര ആളുകളാണ്. 100 സീറ്റിൽ കൂടുതൽ UDF നേടുകയാണെങ്കിൽ ഞാൻ എൻ്റെ SNDP സംസ്ഥാന പ്രസിഡന്റ് പദവി ഞാൻ രാജിവെക്കുമെന്ന് പറയുന്നത്. അല്ല, അദ്ദേഹം 100 അല്ല, 2 കുറച്ചായിരുന്നു. 98 എങ്കിലും നേടുവാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെക്കും, കാക്ക മലന്ന് പറക്കും, അദ്ദേഹം പറഞ്ഞതാണ്. ഇന്ന് നമ്മളോടൊപ്പം KM സന്തോഷ് കുമാർ സാറാണുള്ളത്. സാർ നമസ്തേ. നമസ്തേ സാറ്, ഏറ്റവും വലിയൊരു വിഷയമെന്ന് പറയുന്നത് VD സതീശനെ ബഫൂൺ എന്ന് വിളിച്ചിട്ടുള്ളൊരു നേതാവുണ്ടായിരുന്നു. ഇന്ന് ആ നേതാവിന് VD സതീശൻ എന്ന് പറയുന്നത് നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ മലക്കം മറിയാൻ കഴിയുന്നത്? മറ്റാരുടെയും കാര്യമല്ല, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഇന്നത്തെ പത്രപ്രസ്താവനയിലാണ് പറഞ്ഞത് VD സതീശൻ എന്ന് പറയുന്നത് മികച്ച നേതാവായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് പറയാനുള്ളത്? അത് വെള്ളാപ്പള്ളി കൊണ്ട് മാത്രമല്ലേ പറ്റുള്ളൂ. വെള്ളാപ്പള്ളി സാറിന് മാത്രമേ അത്തരത്തിലുള്ള കഴിവ് ഈശ്വരൻ ഈ ലോകത്ത് കൊടുത്തിട്ടുള്ളൂ. ഓന്താണല്ലോ ഏറ്റവും വലിയ നിറമാർന്ന ജീവി ലോകത്തുള്ളത്. അപ്പോൾ നടേശൻ സാറിന് നാളെ മുതൽ ഓന്ത് നടേശൻ സാറെന്ന് വിളിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ബഫൂൺ എന്ന് മാത്രമല്ല വിളിച്ചത്, അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കും. UDFന് 100 സീറ്റ് കിട്ടുമെന്ന്, 100ഓളം സീറ്റ് കിട്ടുമെന്ന് VD സതീശൻ അഭിമാനപൂർവ്വം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തതല്ലേ. പ്രതിപക്ഷ നേതാവെന്നില്ല, അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം 2 തവണ പരാജയപ്പെട്ട ഒരു മുന്നണിയുടെ സാരഥ്യം അല്ലേ, ഒരു തവണ രണ്ടാമത്തെ സാരഥ്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്ത ദൗത്യം അദ്ദേഹം ഭംഗിയായി ചെലവഴിച്ചു. അദ്ദേഹം മതേതര കാഴ്ചപ്പാടിൽ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ തോറ്റോളട്ടെ, പല തെരഞ്ഞെടുപ്പുകളിലും തോക്കും, പക്ഷെ മതേതരത്വത്തെ വിട്ടുള്ള മതേതരത്വത്തെ ബലി കഴിച്ചുകൊണ്ടുള്ള നിലപാട് എനിക്കില്ല, ഞങ്ങൾക്കില്ല. ഞങ്ങൾ ടീം UDF ആണെന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ വിട്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ. ഞാൻ നിങ്ങളുടെ തന്നെ ചാനലിൽ പണ്ടൊരു 1.5 മാസം മുമ്പ് ചർച്ച ചെയ്ത് പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളിയുടെ സാർ VD സതീശൻ്റെ ഐശ്വര്യമാണെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ? അപ്പോൾ വെള്ളാപ്പള്ളിയുടെ സാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ പേവാക്കിന് പൊട്ടു ചെവിയായിരുന്നു, ഒരു വിലയെങ്കിൽ. പക്ഷേ സത്യം പറഞ്ഞാലേ ഞാനൊരു യോഗ പ്രവർത്തകനാണ്. 10-25 വർഷം ശ്രീ വെള്ളാപ്പള്ളിയുടെ സാറിനോടൊപ്പം നിഴൽ പോലെ നിന്ന ഒരു വെള്ളാപ്പള്ളിനെ ജീവിച്ച ഞാനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ മരുന്ന് വഴിക്ക് യൂട്യൂബ് തുറന്നാൽ വെള്ളാപ്പള്ളിയുടെ അച്ഛനെ വിളിക്കുന്ന എത്ര ആളുകളാണ്. അല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 100 സീറ്റിൽ കൂടുതൽ UDF നേടുകയാണെങ്കിൽ ഞാൻ എൻ്റെ SNDP സംസ്ഥാന പ്രസിഡന്റ് പദവി ഞാൻ രാജിവെക്കുമെന്ന് പറയുന്നത്. അല്ല, അദ്ദേഹം 100 അല്ല, 2 കുറച്ചായിരുന്നു. 98 എങ്കിലും നേടുവാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെക്കും, കാക്ക മലന്ന് പറക്കും, അദ്ദേഹം പറഞ്ഞതാണ്. അതാണ് വെള്ളാപ്പള്ളിയുടെ സാറ്. അല്ല, ഇന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു എന്നിരിക്കും, അതിലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും എന്നല്ല, അങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പത്രസമ്മേളനം ഇറങ്ങി സ്ഥലം വിടുകയായിരുന്നു. അതായത് ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈഴവ സമുദായവും SNDP ഒരു വലിയ വളരെ ചരിത്രപരമായ പ്രസ്ഥാനമാണ്. അതിൻ്റെ തലപ്പത്തൊരാൾ കയറിയിരുന്നിട്ട് ഇങ്ങനെ തരം പോലെ പറയും, ഇതൊന്നും ഈയുടെ ഡ്യൂട്ടി അല്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ ജോലി, ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടാണ്, സമുദായത്തിൻ്റെ അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടി ജോലി ചെയ്യുക. ഞാനിവിടെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ അന്ന് മുതലുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് 10 UDFനകത്ത് 10 ഈഴവ MLAമാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം കായംകുളത്ത് ജയിച്ച M. ലിജുവിനെ തോൽപ്പിക്കാൻ വേണ്ടി സർവ്വ പണിയെടുത്ത ആളാണ് വെള്ളാപ്പള്ളി സാറ്. എനിക്കറിയാം, ഏറ്റവും വലിയ ശത്രുവായിരുന്നു. അത് ഈഴവർ എവിടെയുണ്ടോ അവിടെ വെള്ളാപ്പള്ളി അവരുടെ ശത്രുവാണ്. അവർ തീർക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയാണത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 100 സീറ്റിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കുമെന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് തന്നെ UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും നാളും സ്വന്തം നൻപനെ പോലെ കൂടെ കൊണ്ടുവന്ന് സ്നേഹിച്ചിരുന്നത് പിണറായി വിജയൻ സഖാവായിരുന്നു. ഉണ്ടായിരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ പോലും എല്ലാം ഒരു പരുവത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സഖാവ് പിണറായി വിജയനായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇനി ഒരു UDFൻ്റെ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ വെള്ളാപ്പള്ളി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും? വെള്ളാപ്പള്ളിയുടെ പേരിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ആയി ബന്ധപ്പെട്ട 127 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അതിൽ 24 കേസുകളുടെ ഫൈനൽ ചാർജ് റെഡിയായിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടർ ഒരു പെർമിഷൻ മാത്രം കൊടുത്താൽ മതി, ഈ കേസെല്ലാം കോടതിയിലാവും ചാർജ്. അതുപോലെ തന്നെ ജൂബിലി ഫണ്ട് തട്ടിപ്പ്, SN കോളേജിൻ്റെ ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പണം പിരിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ഫണ്ട് മിച്ചം വന്നു. ഈ മിച്ചം വന്ന ഫണ്ട് വെള്ളാപ്പള്ളി സാറിൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഇട്ടത് പുറത്തറിയുമല്ലോ. അതിൻ്റെ പേരിൽ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം മിസ്അപ്രോപ്രിയേഷൻ. അതിൻ്റെ പേരിലുള്ള കേസ് ഇങ്ങനെ കോടതി കയറി ഇറങ്ങി 10-18 വർഷം ഇത് മുഴുവൻ പിടിച്ചു നിർത്തി. വെള്ളാപ്പള്ളി പിണറായി അച്യുതണ്ടൻ്റെ അവരവിശുദ്ധ കൂട്ടുകെട്ടാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയെ ഞാനന്ന് കഴിഞ്ഞ പ്രാവശ്യം കറുത്ത കാറിൽ കയറിയപ്പോഴേ ഇത് കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ വെള്ളാപ്പള്ളിയെ മിസ്റ്റർ പിണറായി സാർ കൂടോട് ചേർത്ത് പിടിച്ചോ അത് അദ്ദേഹത്തിൻ്റെ നാശമാണ്. ആ മുന്നണിയെ തന്നെ തകർത്ത് കളഞ്ഞു. ആ മുന്നണി തന്നെ മിക്കവാറും ഘടകകക്ഷികൾക്കൊന്നും ഒരു സീറ്റ് പോലും ഇല്ലാതെ പോയില്ലേ. അപ്പോൾ ഞാൻ മീനിച്ചിൽ SNDP യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് 10-17 വർഷം ആ കസേര ഇരുന്ന ആളാണ്. മാണി സാറിൻ്റെ തട്ടകമാണ്. 50 വർഷത്തിലേറെ മാണി സാർ MLA മന്ത്രിയായിട്ടിരുന്ന സ്ഥലമാണ്. അവിടെ പോലും പരാജയപ്പെട്ടു പോവില്ലേ. എന്തെല്ലാം ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ഇന്നലെ തന്നെ ഇപ്പം വെള്ളാപ്പള്ളി സാറിനോട് ആരെങ്കിലും ചോദിച്ചാൽ, ഒരു പത്രക്കാർ ചോദിച്ചാൽ പിണറായി വരും ഇങ്ങനെ അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പിണറായി വരുമെന്ന് പറയും തോറും ഓരോ വോട്ടും ഓരോ പറച്ചിലിനും ലക്ഷം വോട്ടായി കുറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇത് സത്യം പറഞ്ഞാൽ LDF സംവിധാനം അല്ലെങ്കിൽ ഇടതുപക്ഷ സംവിധാനം നശിച്ചു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതിവിടെ ആവശ്യമാണ്, അത് നശിക്കാൻ പാടില്ല. ഇതിപ്പം ത്രിപുരയും ബംഗാളും പോലെ ആയിക്കൊണ്ടിരിക്കുകയില്ല, ആയല്ലോ ഒരു പരിധിവരെ. അതെ, കാരണം ഇതിനകത്തൊക്കെ ഒരു നിലപാടുകളില്ലാതെ ഞാനൊന്നും പറഞ്ഞില്ല. ഇവരെല്ലാം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു ഞാൻ പറഞ്ഞു. പിണറായി സാറ്, സുകുമാരൻ സാറ്, വെള്ളാപ്പള്ളി സാറ്, അവർക്ക് അവരുടെ കുടുംബമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിനു മുമ്പുള്ള എത്രയോ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. എത്ര പേരുണ്ട്. അപ്പോൾ തന്നെ B. അശോക് IAS, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മറുനാടിനകത്ത് കൊടുത്ത ഇൻ്റർവ്യൂ 1.25 മണിക്കൂറാണ് സാജൻ സക്കറി ആയിട്ടുള്ള ഇൻ്റർവ്യൂവിനകത്ത്. അതിനകത്ത് എന്തെങ്കിലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കിഫ്ബിയിൽ നിന്ന് 9.5% പലിശ കടമെടുത്ത 130 കോടി രൂപ പിണറായിയുടെ പരസ്യത്തിന് വേണ്ടി ഈ കോഡിങ്സൊക്കെ വെക്കാൻ വേണ്ടി ചിലവാക്കിയത് 130 കോടി. അതുപോലെ തന്നെ മോഹൻലാലിനെ വെച്ച് ഇൻ്റർവ്യൂ എടുത്തല്ലോ. ഇതൊക്കെ ലോകത്താലും മോഹൻലാലിനെ വെച്ച് ഇൻ്റർവ്യൂ, അത് മോഹൻലാൽ പോലും ചെറുതായിപ്പോയി. ഒരു മഹാനടനെ പോലും മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ പോയി ഇരുന്ന് കൊടുത്ത മോഹൻലാലിൻ്റെ ഒരു സ്റ്റാറ്റസ് ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ വലിയ ദീനാനുകമ്പയുള്ളവനും കരുണയുള്ളവനുമാണെന്ന് വരുത്തുന്നു അല്ലേ? അല്ല, ഇതിനു മുമ്പോട്ട് അല്ല, അതിന് 12 ലക്ഷം രൂപ ചിലവായെന്ന് അശോക് പറയുന്നത്. അതിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ. ഇപ്പം ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരുന്നതിൽ വല്ല ചിലവ് കൊണ്ടോ? ഇല്ല. എന്തായാലും വല്ല 10,000 മുടക്കുണ്ടോ? അതിനൊരു സംവിധാനം ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന്. അതിനകത്തൊരു പട്ടിയുടെയും കാക്കയുടെയും കഥയൊക്കെ ലാസ്റ്റ് കണ്ടിട്ടുണ്ടോ? ആ ഇൻ്റർവ്യൂവിനകത്ത് കണ്ടിരുന്നു ഇൻ്റർവ്യൂ. പട്ടിയെ സ്നേഹിക്കുന്നു, ആ കൂടെ കാക്ക തിന്നാൻ വരും, കാക്കയ്ക്ക് കൂടെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരു ദീനാനുകമ്പ കരുണാമയനായ പിണറായി അവതരിപ്പിക്കാനാണല്ലോ ഇൻ്റർവ്യൂ നടത്തിയത്. അതിന് 12 ലക്ഷം രൂപ ചിലവാക്കി. അതിന് ഇതെല്ലാം ഇതുകൂട്ട് സംഗതികൾക്ക് ചാനലുകൾക്ക് പരസ്യം ചെയ്യാൻ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? നിങ്ങൾക്ക് വല്ല പരസ്യം തന്നായിരുന്നു? ഇല്ല. അതിന് ചാനലുകൾക്ക്, വലിയ ചാനലുകൾക്ക് 10 കോടി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞത്. ചെറിയ ചാനലുകൾക്ക് 2-3 കോടി വെച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. സർക്കാർ കേരളത്തിലെ ജനങ്ങൾ നികുതി അടയ്ക്കുന്ന പണമാണ്. നിയമിക്കുന്ന അമ്മമാരുടെയും അല്ല കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുടെയും അവരുടെ നികുതിപ്പണം, അവർ കൊടുക്കുന്ന നികുതിപ്പണത്തിൽ നിന്ന് എടുത്ത് അതൊക്കെ ചെയ്തത്. അതെ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിലപാടുള്ള ഒരു പുതിയ സംവിധാനം വന്ന് ഇതിനെല്ലാം മാറ്റം ഉണ്ടാവണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ VD സതീശൻ്റെ ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ, ഭാവി കേരളത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടുത്തെ എക്കണോമിക് മാനേജ്മെൻറ്റ് എങ്ങനെ നടത്താൻ പറ്റും, ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ എങ്ങനെ പരിഷ്കരിക്കാൻ പറ്റും, വ്യക്തമായ ഒരു ദൂരക്കാഴ്ചയുള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മിസ്റ്റർ സതീശനെ കുറിച്ച് എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ളൊരു വിഷനുള്ള ഒരാൾ വരണ്ടേ? ഈ B. അശോക് വെളിപ്പെടുത്തുന്നതനുസരിച്ച് ഇയാൾ ഏത് പേപ്പറിൽ ഒപ്പിടുന്ന ഒരു ബഫൂൺ മുഖ്യമന്ത്രി ആയിരുന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. എൻ്റെ വാക്കല്ല, B. അശോക് IAS പറഞ്ഞതാണ്. സ്വജനപക്ഷപാതവും കള്ളത്തരങ്ങളും കള്ളക്കേസുകൾ കണ്ടില്ല. അന്ന് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് തല്ലുകൊടിച്ച പയ്യനിപ്പോൾ MLA ആയി. എവിടെ? ആലപ്പുഴ MLA ആയി. ചിത്തരഞ്ജനെ തോൽപ്പിച്ച് അയാൾ MLA ആയി. അപ്പോൾ ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അത് തന്നെ എനിക്കും പറയാനുള്ളത്. പിണറായി വിജയൻ, വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്നവർക്ക് വാക്കിന് ഒരു വിലയില്ലാത്തവരാണ്. അവർ മുഖത്ത് നോക്കിക്കൊണ്ട് കള്ളം പറയും. ഇപ്പം 98 സീറ്റ് UDFന് കിട്ടിയാൽ എൻ്റെ SNDP ജനറൽ സെക്രട്ടറി സാറിന് രാജിവെക്കുമെന്ന് പല വേദികളിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം അന്തസ്സുള്ളവനാണെങ്കിൽ UDFൻ്റെ റിസൾട്ട് പറഞ്ഞ അന്ന് അയാൾ രാജിവെക്കണം. അതില്ല. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ.
അയാൾക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, സ്നേഹമില്ല, ഇഷ്ടമില്ല. സത്യം, ധർമ്മം, നീതി, സ്നേഹം, കാരുണ്യം, വാത്സല്യം, അതിൻ്റെ അർത്ഥം പോലും വെള്ളാപ്പള്ളി സാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കൂടെ വന്നിട്ട് ഞങ്ങളൊക്കെ എന്തിനാ പോകുന്നതിന് നിൽക്കാൻ മേലഞ്ഞിട്ടില്ലേ? കൊള്ളക്കാരനല്ലേ ഇവരല്ല. വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ തൂങ്ങുമെന്ന് പറയുന്ന ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു. അതിനെന്തെങ്കിലും സത്യം ഉണ്ടാകും? വി.ഡി. സതീശൻ വന്നാൽ കേരളത്തിലെ സമൂഹത്തിന് ധാർമ്മികത പ്രതീക്ഷിക്കാം. അയാളൊരു വൺ സൈഡ് ആകാനോ അല്ലെങ്കിൽ ഇന്ന് വരെ ഒരു സമുദായ നേതാവിൻ്റെയും തിണ്ണനിരങ്ങാത്തൊരു നേതാവാണ്. പല ബൈ ഇലക്ഷനും വന്നു. ഇപ്പോൾ തൃക്കാക്കര ബൈ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ കോട്ടസ്ഥലത്തൊക്കെ ഉണ്ട്. ഞാനും പഴയൊരു കേസുകാരാണ് ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച KSUവിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആളാണ് നാട്ടകം സുരേഷ്, ഇപ്പോഴത്തെ ഏറ്റുമാനൂർ MLA. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഏറ്റുമാനൂർ. ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചല്ലേ 1.5 മാസം മുന്നോട്ട് ഞാൻ പറഞ്ഞത് വാസുവിനെ തോപ്പിച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം തിരുവാർപ്പ്, അയ്മന, ആർപ്പൂക്കര, കുമരകം 4 ഈ 4 പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവ ഡോമിനേറ്റഡാണ് ആ മണ്ഡലം. അവിടുത്തെ ഈഴവർ ആഞ്ഞടിച്ച് വാസുവിനെതിരെ വോട്ട് കുത്തിയിട്ടുണ്ട്. ഒരൊറ്റ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നോട്ട് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? വാസുവിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു തെറ്റ് കാര്യം കാണിച്ചാലും ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി, ബാറുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ അവരോടൊരു ഇപ്പോൾ പുതിയൊരു ബാറിൽ വെച്ച് കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. എന്തൊരു ബ്യൂട്ടിഫുള്ളാകാതെ എല്ലാത്തിനും അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അതിൻ്റെ ഉടമസ്ഥയെ സംബന്ധിച്ച് ഒരു വിവരാവകാശം കൊടുത്തല്ലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വി.ഡി. സതീശനെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നാൽ ഇപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നേ, ഒരു കാര്യം കൂടുതലായിട്ട് ചെയ്യേണ്ടത് സത്യം മാത്രം ചെയ്താൽ മതി. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസ്, ആ ചാർജ് ഒന്ന് കോടതിയിലേക്ക് കൊടുത്താൽ മാത്രം മതി. ഇത് പിണറായി വിജയൻ മറ്റേ ലാവലിംഗ് കേസ് നീട്ടുന്ന പോലല്ലേ ഈ പണി നടത്തുന്നത് വെച്ചാൽ ഇപ്പോൾ ഫർദർ 10-18 വർഷം മുമ്പുള്ള കേസായത്. പലതവണ ഹൈക്കോടതി കയറി ഹൈക്കോടതി ഡയറക്ഷൻ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് മാക്യോ ഫ്രാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണം നടത്തി 24 കേസ് ഫൈനൽ ചാർജ് വെച്ചിരിക്കുന്നത്. മാസങ്ങളായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അത് കോടതിയിലേക്ക് അത് കൊടുക്കണ്ടേ? ഇത് ചാർജ് സബ്മിറ്റ് ചെയ്യത്തില്ല. അത് സബ്മിറ്റ് ചെയ്താൽ മതി. സുതാര്യവും നീതിപൂർവമായ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് തീർച്ചയായിട്ടും മിസ്റ്റർ വി.ഡി. സതീശൻ ഉണ്ടാകുമെന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. പക്ഷെ മറ്റൊരു കാര്യം, എല്ലാ കാലത്തും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പോലും പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് സമുദായത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് അദ്ദേഹം ഈ സമുദായത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ സമുദായത്തിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? വെള്ളാപ്പള്ളിയുടെ ശരിയെന്നാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. വെള്ളാപ്പള്ളിയുടെ 30 വർഷം കൊണ്ട് നേടാത്തത് 31-ാം വർഷം നേടുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സുഹൃത്ത് വിശ്വസിക്കുന്നത്? 30 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനമില്ല, ഞങ്ങൾക്ക് തൊഴിൽ നീതി കിട്ടിയില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ നീതി കിട്ടിയില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല, പള്ളിക്കൂടമില്ല. മലപ്പുറത്തൊക്കെ പോയി കണ്ടില്ലേ, മുസ്ലിംസിനെ ചീത്തയും പറഞ്ഞിട്ട് വന്ന് കണ്ടില്ലേ. അത് പള്ളിക്കൂടം തുടങ്ങണം, കോളേജ് തുടങ്ങണം, ആദ്യം സ്ഥലം മേടിക്കണം, പ്രോപ്പർ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ ഒരാൾ പറയുകയാണ് കിട്ടിയില്ലെന്ന് പറയുകയാണ്. ഇപ്പോൾ ഈഴവ സമുദായത്തിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ നീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം BDJS തുടങ്ങിയത്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ. ഒരു ഓട്ടോറിക്ഷയെ തികച്ച് കയറാനുള്ള ആളതിനകത്തില്ല ഇപ്പം. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷൻ സംഭവിച്ചത് എന്താണ്? അതാണ് ഇയാൾക്ക് നിലപാടില്ലാത്ത ഒരാളല്ലേ ഇദ്ദേഹം. ഈ വെള്ളാപ്പള്ളി സാറ് എന്തും ചെയ്യും, എന്തും പറയും. കാരണം അമ്മ പറഞ്ഞു NDAക്ക് 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ ഭാര്യ. മകൻ UDFൻ്റെ NDAയുടെ കൺവീനർ കേരളം മുഴുവൻ നടന്ന് NDAക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. ഇപ്പുറത്തുകൂടി വാസവൻ, അത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ SNDP ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാർക്ക് 50,000 വെച്ച്, എൻ്റെ യൂണിയനിൽ പാലാ SNDP യൂണിയനിൽ ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 50,000 വെച്ച് ശാഖക്കാർ കൊടുത്തു, ശാഖാ സെക്രട്ടറിമാർക്ക്. പക്ഷെ ഒന്നും വീണില്ലല്ലോ. വീണത്തില്ല, ഇയാൾ പറഞ്ഞ കേൾക്കത്തില്ല. എന്നെ ഒരു 10 ശാഖക്കാർ 18 ശാഖകളാണ് ഈ പാലാ മണ്ഡലത്തിലുള്ളത്. അതിനകത്തൊരു 10-15 ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാർ എന്നെ വിളിച്ചു. സാറേ ഇയാൾ നമ്മൾ വിറ്റല്ലോ സാറേ, നമ്മുടെ അന്തസ്സ് കളഞ്ഞല്ലോ, പണത്തിന് വോട്ട് ചെയ്യുന്നവനാണ് ഈഴവൻ എന്ന് ചോദിച്ചു. ഞാൻ രസീത് എഴുതിയേക്കാൻ പറഞ്ഞു. അന്തസ്സുള്ള എല്ലാ ശാഖാ പിന്നെ അതിനകത്ത് കള്ളന്മാരുണ്ടെങ്കിൽ അവൻ പോക്കറ്റിട്ട് കാണും. ബാക്കിയുള്ളവരൊക്കെ ആ ഡേറ്റ് വെച്ച് രസീത് എഴുതിയിട്ടുണ്ട്. ആ പണത്തിൻ്റെ സോഴ്സ് പറയണ്ടേ? ശാഖായിൽ വരവ് വെച്ചപ്പോൾ മീനിച്ചിൽ SNDP യൂണിയൻ്റെ കീഴിൽ വരവ് വെച്ചിരിക്കുന്ന പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ആൻസർ പറയണ്ടേ? ചിലപ്പോൾ എഴുതി വെക്കുന്ന പോലെ ക്ഷേത്രത്തിൻ്റെ പണ്ടാരത്തിൽ കിടന്നൊക്കെ ആയിരിക്കും എഴുതി വെക്കാൻ പോകുന്നത്. പണ്ടാരത്തിൽ കിടന്ന് കിട്ടിയെന്ന് എഴുതി വെച്ചാൽ മതിയല്ലോ, സംഭാവന അറിയാമല്ലോ. വെള്ളാപ്പള്ളി ഇതാണ്. അപ്പം ഒരു വീട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത്, ഒരു കട്ടിലാണ് സംഭവിക്കുന്നത്,
ഒരു കട്ടിലായിരിക്കുമല്ലോ ഭാര്യയും ഭർത്താവും നടേശൻ സാറും ഭാര്യയും കിടക്കുന്നത്. ഈ ഒരു കട്ടിൽ കിടന്നുകൊണ്ടാണ് ഈ രണ്ട് തരത്തിലുള്ള കളി കളിക്കുന്നത്. അതെന്തൊരു ന്യായമാണ്. അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും വിഡ്ഢിയാക്കുന്ന ഈ നിലപാടെടുക്കുന്ന ഒരു മനുഷ്യൻ സത്യം പറഞ്ഞാൽ നമുക്ക് നാണം തോന്നുന്നു കേട്ടോ. ഇപ്പം തന്നെ കേരളത്തിലെ എത്രയോ യൂട്യൂബ് ചാനലൊക്കെയാണ് ഇയാളെന്തോ എന്ത് മോശം പറയുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് പോലും അപമാനം തോന്നുകയാണ്. ഒരു യോഗം ജനറൽ സെക്രട്ടറിയുടെ കസര കയറിയിരിക്കുന്നത് ഇപ്പോഴും. ഈ തന്തയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത് ഒരു എത്ര പ്രാവശ്യം വിളിക്കും. ഒരുത്തന്നെ ഇപ്പം ഞാൻ വന്നപ്പോൾ കേട്ടോ ഒരു ചാനലിൽ 1000 പ്രാവശ്യം തന്തയ്ക്ക് വിളിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ. അത് അദ്ദേഹം എടുത്ത നിലപാടുകൾ കൊണ്ടല്ലേ? തീർച്ചയായിട്ടും ഇത് എത്രയോ വലിയ മഹത്തായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനകത്ത് കയറുന്ന ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ, ഒരു സത്യസന്ധതയും സുതാര്യതയും ധാർമ്മികതയും ഇല്ലാതല്ലേ ഇദ്ദേഹം ഈ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അദ്ദേഹം ഒരു അതിര് വിട്ടൊരു പിണറായി ഭക്തനാണ്, അല്ലെങ്കിൽ ആ പിണറായി ഭക്തത കൂടിപ്പോയത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. പിണറായി ഭക്തനായിരുന്നെങ്കിൽ, ഭക്തി കൂടിയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എന്തുകൊണ്ടാണ് തൻ്റെ സമുദായത്തിന് അവകാശപ്പെടുന്നത് മേടിക്കഴിഞ്ഞാൽ എന്താണ്? എന്ത് മേടിച്ചു കൊടുത്തു പിണറായിയുടെ കാലത്തുനിന്ന്? ആകെപ്പാടകൾ മേടിച്ചെടുത്ത് എന്നാണെന്നറിയോ? നിയമനങ്ങൾ അടിച്ചു മാറ്റി. കാരണം രണ്ടുപേരും വീതിച്ചെടുത്ത് കാണും. ഈയിടെ ഇപ്പോൾ പോകാൻ നേരത്തെ 87 നിയമനങ്ങളെയുണ്ട് ശരിയാക്കി കൊടുത്തിട്ടാണ് പോയെന്നാണ് കേട്ടത്. ഇതിനു മുമ്പ് നിയമിച്ചത് ഇതുവരെയായിട്ടും അതിൻ്റെ ഫിക്സേഷൻ ശരിയായിട്ടില്ല. ഇതെല്ലാം കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ. ഇതിന് രസീതോ പണമോ വല്ലതും കൊടുക്കുന്നതാണോ? അതോ ഷെയർ അങ്ങോട്ടും കൊടുക്കും? ഇതല്ലാതെ എന്ത് നേടി? ഒരു കോളേജ്, എയ്ഡഡ് കോളേജ് പിണറായിയുടെ കാലത്ത് 10 വർഷം കൊണ്ട് മേടിക്കാൻ വെള്ളാപ്പള്ളി നടച്ചിട്ട് കഴിഞ്ഞു? ചോദിച്ചു ഉത്തരം പറ. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമികൾ ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ. ഒരു 5 ഏക്കർ 10 ഏക്കർ സൗജന്യമായിട്ട് വെള്ളാപ്പള്ളിക്ക് പതിച്ച് മേടിച്ച് സമുദായത്തിന് വേണ്ടി ഒരു വിദ്യാഭ്യാസം തുടങ്ങത്തില്ലായിരുന്നു? ഞാൻ മേടിച്ചിട്ടുണ്ട് UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. എൻ്റെ യൂണിയനിൽ 25 ഏക്കർ അല്ല ഞാൻ മേടിച്ചിട്ടല്ല, അത് ചെയ്തിട്ടായി പറയുന്നത്. അന്ന് ഞാൻ 2006 മുരുകമ്മല എന്നറിയപ്പെടുന്ന സ്ഥലം ഞാൻ ഏറ്റെടുത്തു. അത് അവിടെയുള്ള പരിസര സ്ഥലവാസികൾ കൈവശം വെച്ചിരുന്നതാണ്. അവരെ കൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ടാണ് അന്ന് ഞാനത് ഏറ്റെടുത്തപ്പോൾ ഞാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിന് കത്തയച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മുരുകന്മല എന്ന സ്ഥലം, ഇങ്ങനെ തീക്കോയി വില്ലേജിൽ വാഗമൺ എന്ന സ്ഥലത്ത് മുരുകന്മല എന്ന ഇത് ഏറ്റെടുക്കുകയാണ്. ആ ഏറ്റെടുക്കുന്ന എൻ്റെ നടപടിക്ക് പെർമിഷൻ തരണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇരിപ്പുണ്ട്, വെള്ളാപ്പള്ളി സാറിൻ്റെ കത്തിരിപ്പുണ്ട്. താങ്കളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു, താങ്കളുടെ പട്ടയത്തിന് വേണ്ടി ശ്രമിക്കുന്ന അനുവാദം തന്നിരിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പുറകെ നടന്നു. 2006 മുതൽ 2006 ജനുവരി മുതൽ യാത്ര ചെയ്ത് വർഷങ്ങളോളം യാത്ര ചെയ്തു. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ പതിച്ച് മേടിച്ച ആളാണ്. അതിൽ 10 ഏക്കർ SNDP യോഗത്തിന് വിട്ടുകൊടുത്തതാണ് യൂണിയൻ. ആ സ്ഥലം പുള്ളി ട്രസ്റ്റിൻ്റെ പേരിലാക്കിയെടുത്തു. അവിടെയും പുള്ളി വക്രതയും ചതുവുമാണ് ചെയ്തത്. പുള്ളി ചെയ്തത് ഈ കേരളത്തിലെ ഈഴവ സമുദായത്തോടാണ് പുള്ളി ചതുവ് ചെയ്തത്. SN ട്രസ്റ്റ് വേറെ, യോഗം വേറെ. ട്രസ്റ്റ് അത് ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, അത് വേറെ സെപ്പറേറ്റാണ്. അതിൻ്റെ വേറൊരു ലീഗൽ എൻറ്റിറ്റിയാണത്. അതിൻ്റെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബൈലോ ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രൊവിഷൻസ്. അത് SNDP യോഗത്തിൽ ഇവിടുത്തെ ഈഴവർക്കാർക്കും അവകാശപ്പെട്ടതല്ലത്. അപ്പോൾ അവിടെയും വക്രതയാണ്. വെള്ളാപ്പള്ളി സാർ 10 വർഷം പിണറായിയാണ് വലുത്, പിണറായി ജയിക്കും, പിണറായി തന്നെ ജയിക്കുള്ളൂ, തൂത്തുവാരും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്ത് നേടിയെന്നൂടെ പുള്ളി അടുത്ത പത്രസമ്മേളനത്തിൽ പറയട്ടെ. കേരളത്തിലെ ജനങ്ങളോട്, ഈഴവ സമുദായത്തോട് പറയട്ടെ, ഞാൻ പിണറായിയുടെ ഭരണകാലം, വെള്ളാപ്പള്ളി നടേശൻ ഇന്ന നേട്ടങ്ങൾ പിണറായി സർക്കാരിൽ നേടിയെടുത്തു. ഏതെങ്കിലും സ്കൂളോ കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണൽ സ്റ്റാഫിൽ വെള്ളാപ്പള്ളി പറഞ്ഞ് ഇത്ര പേരെ അവിടെ വെച്ചിട്ടുണ്ട് ഈഴവ സമുദായത്തിൽ. ചിലപ്പോൾ ബാറുകൾ ഉണ്ടായേക്കാം, അതുണ്ടായി കാണും. പിന്നെ ബഹുമാനപ്പെട്ട VD സതീശനോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക്, അല്ലെങ്കിൽ UDFൻ്റെ വരാൻ പോകുന്ന ഭാരവാഹികളോട്. ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാവർക്കും തുല്യനീതി കിട്ടണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട വരാൻ പോകുന്ന ഗവൺമെൻറ് ഭരണകൂടം തുല്യനീതി കൊടുക്കണം. പേഴ്സണൽ സ്റ്റാഫ് എടുക്കുമ്പോൾ പോലും മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോഴും തുല്യനീതി കൊടുക്കണം. വേണ്ടേ? കഴിഞ്ഞ മന്ത്രിസഭ കഴിഞ്ഞ നിയമസഭാ കാലഘട്ടത്തിൽ ഒരു ഈഴവ MLA ആയിരുന്നു UDF ഉണ്ടായിരുന്നത്. K. ബാബു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇപ്രാവശ്യവും ഇത്രയും ഇതായിട്ട് 10 പേരാണ് ഉണ്ടായത്. തിരക്കത്തിനിടയിലും 96 ലീഗൽ വരുമ്പോൾ 36 പേരുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി ഇവരെല്ലാം നശിപ്പിക്കുകയായിരുന്നു, മനസ്സിലായോ? എല്ലാവരെയും അരിഞ്ഞു വീഴ്ത്തുമായിരുന്നു. അത് വെള്ളാപ്പള്ളിയുടെ നേച്ചറാണത്. പിന്നെ തനിക്കെന്ത് നേട്ടം കിട്ടും, ആ നേട്ടത്തിന് വേണ്ടി പുള്ളി ആരുടെ കാലും പിടിക്കും. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും. VS അച്യുതാനന്ദനും ശാശ്വതികാനന്ദ സ്വാമിയൊക്കെ ആണല്ലോ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്ത് യോഗ ജനറൽ സെക്രട്ടറി ആക്കിയത്. അത് കഴിഞ്ഞ് ഇവർക്കിട്ടെല്ലാം പുള്ളി ഭാരമാണതല്ലോ. അപകടം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കാല് പിടിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, അതികായൻ
കെ സി വേണുഗോപാലിനിട്ട് ചെയ്യാവുന്ന പണി മുഴുവൻ ചെയ്തത് ആലപ്പുഴ വന്നപ്പോഴത്തേക്ക്. BM സുധീരനിട്ട് ചെയ്യാവുന്ന പണി മുഴുവൻ ചെയ്തിട്ടുണ്ട്. VS അച്യുതാനന്ദനിട്ട് ചെയ്യാൻ മുഴുവൻ ചെയ്തിട്ടുണ്ട്. M ലിജുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉപദ്രവിക്കാത്ത ആരാ കേരളത്തിലുള്ള? പക്ഷെ ആവശ്യം വന്നപ്പോൾ കണ്ടോ, ഇപ്പോൾ KC വേണുഗോപാൽ അധികായനാണ്, ഇന്ത്യ രാജ്യത്ത് വലിയ സംഭവമാണെന്നൊക്കെ ഇപ്പോൾ അദ്ദേഹം പത്രത്തിൽ പറയുക. ബഫൂണെന്നും അൽപ്പനെന്നും എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് സതീശൻ സാറിനെ കുറിച്ച്, VD സതീശനെ കുറിച്ച് പറയുന്നത്. ഇത്രയും നല്ല പ്രതിപക്ഷ നേതാവ് കേരളത്തിലുള്ളതാ പറഞ്ഞത്. ഇതാരെക്കൊണ്ട് പറ്റും? അതുപോലെ രമേശ് ചെന്നിത്തലയെ കുറിച്ച് എന്തെല്ലാം ഇപ്പോൾ പറയുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്രയും ഭൂമി സൗജന്യമായിട്ട് പതിച്ചു തന്ന മനുഷ്യനെ കുറിച്ച് ഇയാൾ പറഞ്ഞതെന്നാ അറിയോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കുറിച്ച് ഞാൻ മാത്രമേ എന്ന് പ്രതികരിച്ചുള്ളൂ. കാരണം നന്ദികേട് കാണിക്കരുത് ഒരിക്കലും. തിരുവഞ്ചൂരിൻ്റെ പുറത്തെ കറുപ്പ് പോലെയായിട്ട് ഉള്ളും കറുത്തതാന്ന് പറഞ്ഞു അയാൾ ആക്ഷേപിച്ച് കളഞ്ഞു ഭയങ്കരമായിട്ട്. ആ മനുഷ്യൻ എത്രയോ വലിയ മഹാമനുഷ്യനായിട്ടാണ് അത്രയും ഭൂമി സൗജന്യമായിട്ട് ഈ സമുദായത്തിൽ വന്നത്. അപ്പോൾ കഴ ഉള്ളവനെ കണ്ടാൽ അന്നേരം അപ്പാന്ന് വിളിക്കും. അതാണ് ഓന്ത് നടേശൻ സാറെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. എന്ത് നിറം അതനുസരിച്ച് അങ്ങ് മാറുവാണ്. പിന്നെ ഇവിടെ അവർ UDF ആര് വേണമെങ്കിലും അവരുടെ ഇഷ്ടമനുസരിച്ച് ഒരു മുഖ്യമന്ത്രി ആക്കട്ടെ, എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് അവരുടെ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ ഇവിടുത്തെ തീരുമാനിക്കാൻ MLA നിശ്ചയിക്കുക, അത് അവരുടെ കാര്യമാണ്, നമ്മുടെ പേഴ്സണൽ കാര്യമല്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, കേരളത്തിൻ്റെ മാൻഡേറ്റ് VD സതീശനെ ആക്കുന്നതാണെന്നാണ് എൻ്റെ ജനഹിതം, അതാണെന്നാണ് എൻ്റെ ഒരു തോന്നലതാണ്. അതിൽ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് VD സതീശനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഭരണഘടനാദത്തമായി എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടും, എല്ലാവരോടും ആ രീതിയിലാകണമെന്നാണ് എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും അങ്ങനെയാണെന്ന്. ഞങ്ങൾ കുറേ പേര് അദ്ദേഹത്തെ കണ്ട് പറഞ്ഞതാണ് ഇലക്ഷന് മുമ്പ്. അതുകൊണ്ട് അതിനകത്തൊന്നും ഭയപ്പെടേണ്ട, UDF സംവിധാനം വന്നാൽ എല്ലാവർക്കും ഉണ്ടാകും. എനിക്ക് അദ്ദേഹത്തോടൊരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ UDF വരാൻ പോകുന്ന ഭരണകൂടത്തോടൊരു അപേക്ഷയുണ്ട് ഒരു പിന്നോക്ക സമുദായക്കാരനെന്ന നിലയിൽ. ബിക്കോസ് ഇന്ത്യൻ ഭരണഘടനയുടെ 243 D6 എന്നൊരു അനുച്ഛേദമുണ്ട്, താങ്കൾക്ക് ഇവിടെ വെരിഫൈ ചെയ്യാം. ഭരണഘടനയിൽ പറയുന്നത് എന്ന് വെച്ചാൽ പിന്നോക്ക സമുദായങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ സംവരണം കൊടുക്കണം. SC ST വിഭാഗങ്ങൾക്ക് സംവരണം കൊടുത്തിട്ടുണ്ട്, പിന്നോക്ക സമുദായങ്ങൾക്ക് ഒരിക്കലും സംവരണം കൊടുത്തിട്ടില്ല. ആ സംവരണം കൊടുക്കുവാനുള്ള നിയമനിർമ്മാണം നടത്തുവാൻ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ സ്റ്റേറ്റുകൾ, ബീഹാർ ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേറ്റുകളിൽ ഈ നിയമം നടപ്പിലായി കഴിഞ്ഞു. ഇപ്പം ഞാൻ യൂണിയൻ സെക്രട്ടറി ആയിരുന്ന പാലാ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ പഞ്ചായത്ത്, ലാലം ബ്ലോക്ക്, കരൂർ വില്ലേജ് പഞ്ചായത്ത്, കടനാട് പഞ്ചായത്ത് എന്ന് വേണ്ട അവിടെ ഒരു സ്ഥലത്തും, കടപ്പളാമറ്റം പഞ്ചായത്ത്, ഇവിടെ ഒന്നും ഒരൊറ്റ പിന്നോക്ക സമുദായക്കാരൻ പഞ്ചായത്തും പോലുമായിട്ടില്ലായിരുന്നു. 2010 ഞാനൊരു സർക്കുലർ അയക്കുകയും ഈ ഒരു ഡിമാൻഡ് ഉന്നയിക്കുകയൊക്കെ ചെയ്ത് അന്ന് എൻ്റെ പേര് ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കുക, എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. അവസരം ഞാൻ അന്നേരം പറഞ്ഞതാണ്, ഭരണഘടനാദത്തമായ ചെയ്ത് കിട്ടേണ്ട ഇന്ത്യൻ ഭരണഘടന പറയുന്ന പിന്നോക്ക സമുദായങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് അവർക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യം നടപ്പിലായിട്ടില്ല. അന്ന് ആ ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കാൻ തുടങ്ങി ഞാനങ്ങ് പേടിച്ചു പോയി. ചാനലെല്ലാം വന്നത് ഭയങ്കര മീനിച്ചിൽ SNDP സെക്രട്ടറിയുടെ സർക്കുലർ വിവാദം 2 ദിവസം വന്ന് 3-ാം പൊക്കം എന്നെ പോലീസ് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ തഹസീൽദാർ മുമ്പിൽ, മോഹനം പിള്ള എന്നൊരു തഹസീൽദാരായിരുന്നു, അദ്ദേഹത്തിന് മുമ്പിൽ അപ്പിയർ ചെയ്യുന്നു. ഞാൻ ഭരണഘടന വെച്ച് അദ്ദേഹത്തിന് ഇത് റിട്ടേൺ മറുപടി എഴുതി കൊടുക്കുന്നു. അവസാനം പുള്ളി പറഞ്ഞതിനകത്തൊന്നുമില്ല. ആ ഒരു തെരഞ്ഞെടുപ്പിൽ 60-ലധികം പഞ്ചായത്ത് മെമ്പർമാരെയും ബ്ലോക്ക് മെമ്പർമാരെയും സൃഷ്ടിക്കാൻ മീനിച്ചിൽ SNDP സാധിച്ചു. ഞാൻ നിലപാടെടുത്തുകൊണ്ടാണ്. അന്ന് ഞാൻ പേടിച്ചിട്ട് ഇദ്ദേഹത്തെ വിളിച്ചു. അന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറി എനിക്ക് പേടിയാതെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞത്, നീ നിൻ്റെ കാര്യം നോക്കിക്കോട്ടെ, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ സാർ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ കാര്യം നോക്കിക്കോട്ടെ, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പാലാ മുനിസിപ്പാലിറ്റിയിലോ ലാളം ബ്ലോക്കിലോ മീനിച്ചിൽ പഞ്ചായത്തിലോ മീനിച്ചിൽ താലൂക്കിൽ മീനിച്ചിൽ പഞ്ചായത്തിലോ ഒരാൾ പോലും ഇല്ല. പക്ഷേ ആ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ ആ വർഷം എൻ്റെ അന്നത്തെ ബോർഡ് മെമ്പറായിരുന്ന MN ഷാജി എന്ന് ഒരാളുണ്ട്, അയാളുടെ വൈഫിനെ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആക്കിയിട്ട് എൻ്റെ പ്രവർത്തനം ഞാൻ പിടിച്ചിരുന്നത്. വെള്ളാപ്പള്ളി സാറിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇതുവരെ ഇങ്ങനെ ഭരണഘടനയ്ക്കകത്ത് ഇങ്ങനെ ഒരു അനുച്ഛേദത്തിൽ അവകാശം ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടെന്ന് വെള്ളാപ്പള്ളി സാറെ എവിടെയെങ്കിലും ഏതെങ്കിലും വേദിയിൽ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞായിട്ട് നോക്കുന്നു പറയാമോ? ഇതാണ് SNDP ജനറൽ സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല ചിലപ്പം. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇവിടെ മുഖ്യമന്ത്രി ആരാവട്ടെ, ഇവിടെ രാജ്യം ഭരിക്കട്ടെ, ഇവിടെ ഏത് മുന്നണി വരട്ടെ, ഇതൊന്നും വെള്ളാപ്പള്ളി സാറിൻ്റെ വിഷയമല്ല. വെള്ളാപ്പള്ളി സാർ പറയേണ്ടത് ഇതിനെക്കുറിച്ചാണ്.
SNDP യോഗത്തിലല്ലേ ഈ സമുദായ അംഗങ്ങൾക്ക് ഭരണഘടനാദത്തമായി കിട്ടിയിരിക്കുന്ന അധികാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുന്ന സംഘടനയാണിത്. ഒരു സമര സംഘടനയാണ്. സഹോദരൻ അയ്യപ്പനെ പോലെയും TK മാധവനെ പോലെയും ഡോക്ടർ പൽപുവിനെ പോലെയും കുമാരനാശാനെ പോലെയും ആർ ശങ്കറിനെ പോലെയും, ആർ ശങ്കർ എന്താ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായല്ലോ. അന്നേരം എന്താ അദ്ദേഹം ചെയ്തത്? എനിക്ക് അവകാശപ്പെട്ടത്, എൻ്റെ സമുദായത്തിന് അവകാശപ്പെട്ടത് ഞാൻ ഒപ്പിട്ടെടുക്കും, താങ്കളുടെ സമുദായത്തിന് അവകാശപ്പെട്ടത് ഞാൻ ഒപ്പിട്ട് തരും. അന്നൊരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി അയച്ചവർക്ക് വരെ പുള്ളി സ്കൂളും മറ്റും കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അധികാരം ഉണ്ടായിട്ടാണ് അല്ലേ. അന്ന് NSSൻ്റെ ഭാഗത്തു നിന്ന് അപേക്ഷ ഇല്ലാഞ്ഞിട്ട് പെരുന്നയിലേക്ക് മെസ്സഞ്ചറെ അയച്ചു, അപേക്ഷ എഴുതി തരാൻ പറഞ്ഞ്. അപേക്ഷ എഴുതി വാങ്ങി അവർക്കും അവകാശപ്പെട്ടത് ഒപ്പിട്ട് കൊടുത്ത ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി ഭരിച്ച നാടാണ് കേരളം. വെള്ളാപ്പള്ളി സാറിനെ കൂടെ എന്ത് സാധിച്ചിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞു, അദ്ദേഹം പറയട്ടെ, ഞാൻ എൻ്റെ കാലത്ത് ഇന്ന നേട്ടങ്ങൾ ഞാൻ ഈ സമുദായത്തിന് എടുത്തിട്ടുണ്ട്. ഭരണഘടനാദത്തമായി അനുവദിച്ച് കിട്ടിയ സംവരണം പോലും അട്ടിമറിക്കാൻ കൂട്ടുന്നയാളാണ് വെള്ളാപ്പള്ളി സാർ. ഈ സമുദായത്തോട് ചെയ്ത കൊടും വഞ്ചനയാണ്. ആദ്യം നായരേഴ് ഐക്യം ഉണ്ടാക്കിയപ്പോഴത്തേര് അവിടെ ചെന്നപ്പോഴത്തേര് നായ പെണ്ണുങ്ങൾക്ക് സെറ്റ് കൊടുത്ത് തൊഴുത് കാണിച്ചപ്പോഴത്തേന് പുള്ളി ആകെ പോക്കി പാവം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് പുള്ളിക്ക് സാമ്പത്തിക സംവരണത്തിന് പിന്തുണ കൊടുത്ത ആളാണ് വെള്ളാപ്പള്ളി സാറ്. ശരി, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെയാണ് പുള്ളി വയലേറ്റ് ചെയ്തത്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ കേരളത്തിൽ യഥാർത്ഥത്തിൽ കാലിബറുള്ള, കരിസ്മയുള്ള, തൻ്റെ ഇടമുള്ള ഈഴവരില്ലാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ ഈ മിടുക്ക്. പിന്നെ ഇതേ എന്ത് വീട്ടിലും വിളിച്ച് പറഞ്ഞാലും കൈയടിക്കാൻ കുറേ ഈ വേറെ യൂസ്ലെസ്സുകൾ നടപ്പുണ്ട് ഇതിനകത്ത്. ഇപ്പം തന്നെ സതീശൻ്റെ നാട്ടിൽ പോയി അവിടെ തന്നെ ഒന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട്. ഈ കാക്ക മലന്ന് പറക്കും എന്നൊക്കെ പറയുമ്പോൾ 5-8 പേരുന്ന് കൈയടിക്കുക. ആ കൈയടിക്കുന്നവൻ്റെ കൈയടിച്ച് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇയാളെ ഈ വിഡിത്തരം വിളിച്ച് പറയുമ്പോഴത്തേന് വിഡിത്തരമല്ലേ പറയുന്നത്? മുഴുവൻ നേട്ടങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. ഔട്ട്പുട്ടാണ് പ്രധാനം. ആർക്കും എന്തും വേണം പറയാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി സാർ സ്വന്തം സമുദായത്തിന് എന്തെങ്കിലും വേണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞതായിട്ടോ എഴുതി കൊടുത്തതായിട്ടോ ഉണ്ടോ? ഇല്ല, ഈ അടുത്ത കാലത്തൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. സഹോദരൻ അയ്യപ്പൻ അവകാശ പ്രഖ്യാപനം നടത്തി 1945. അവകാശ പ്രഖ്യാപനം പിന്നോക്ക സമുദായങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഒരു വലിയ സാധനം തയ്യാറാക്കി. എന്തൊക്കെയാണ് അവകാശങ്ങൾ? വിദ്യാഭ്യാസം, തൊഴിലവസരം, ഇതിനെക്കുറിച്ചെല്ലാം മതി. 1950 ഭരണഘടന ഉണ്ടായപ്പോൾ അംബേദ്കറിൻ്റെ ഭരണഘടനയിലും സഹോദരൻ ആവശ്യപ്പെട്ട ഡിമാൻഡ്സാണ് ഭൂരിഭാഗവും വന്നത്. അതാണ് വിഷനുള്ള ഒരു ലീഡർ, ദൂരക്കാഴ്ചയുള്ള ഒരു നേതാവിൻ്റെ ഗുണം അതല്ലേ. ഇതേ എത്ര അവകാശ പ്രഖ്യാപനങ്ങളും മഹാസമ്മേളനങ്ങളും കേരളത്തിൽ ഞങ്ങൾ പാവപ്പെട്ട SNDPക്കാരുടെ കാശ് കളയിപ്പിച്ച് മലബാർ മഹാസംഗമം, തിരുവനന്തപുരത്ത് സമ്മേളനം, എറണാകുളത്ത് സമ്മേളനം, എത്ര കോടി രൂപ മുടക്കി. എല്ലാം പാവപ്പെട്ട സമുദായങ്ങളും ശാഖക്കാരും എല്ലാം ചിലവാക്കുന്നത്. എന്ത് നേടി? എന്തെല്ലാം കീർവാണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കാർഷിക വിപ്ലവം നടത്തും, ബാങ്കിങ് ഉണ്ടാവും, എന്നാൽ മൈക്രോ ഫിനാൻസ് ഞാൻ നിർത്തി, മാക്രോ ഫിനാൻസ് തുടങ്ങി, എന്തെല്ലാം വാഗ്ദാനങ്ങൾ നടത്തി. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങും, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങും, മെഡിക്കൽ കോളേജ് തുടങ്ങും. എന്തെങ്കിലും ഉണ്ടോ? ശങ്കേഴ്സ് ആശുപത്രി, കൊല്ലത്തെ ശങ്കേഴ്സ് ആശുപത്രി ഒരു മെഡിക്കൽ കോളേജിന് തുല്യമായിരുന്നു. ഇന്നൊരു മൂക്കിപ്പനി വരുന്നുണ്ട്, ജലദോഷപ്പനിക്കാരനോടെ പോകത്തില്ല. ആ രീതിയിൽ അത് അതപ്പതിച്ചു പോയി. ചില ആരും കയറത്തില്ല അവിടെ. അതാണ് നടേശൻ സാറിൻ്റെ ഈ കഴിഞ്ഞ 30 വർഷത്തെ സംഭാവന. ഇതെല്ലാം ഒരു കുടുംബത്തിൽ നിന്ന് നടക്കുന്നു, മനസ്സിലായോ?